أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തിൽ കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് കാസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അർഷദി ടോക്ക് സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ പ്രേക്ഷകർ ഇതിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള മുഴുവൻ സെഷനുകളും കേൾക്കുന്നത് ഈ വിഷയത്തിലുള്ള ഒരു വിശാല പഠനത്തിന് ഉപകരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ചർച്ചയിലേക്ക് കടക്കുകയാണ്. നേരത്തെ സയ്യിദ് അലവി നിസാമി പറഞ്ഞതിനോട് ചേർത്തി പറയേണ്ട ഒരു ഭാഗമാണ് ഇനി മങ്കൂസ് മൗലിദിലുള്ളത്. അഥവാ യഹ്യ ബിൻ ഉർവ എന്ന് പറയുന്ന ഒരു മഹാൻ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. ഖുറൈശികളിൽപ്പെട്ട ചില കക്ഷികൾ അവരുടെ ഒരു ആഘോഷ ദിവസം ബിംബങ്ങളുടെ സമീപത്ത് വരികയും അതിലൊരു ബിംബം തലകുത്തി വീണത് കാണുകയും അതവർ കണ്ട് ആശ്ചര്യപ്പെടുകയും അതിനെ വീണ്ടും നിവർത്തി വെക്കാൻ ശ്രമങ്ങൾ നടത്തി 3 തവണ അത് ശ്രമിച്ചിട്ടും ആ ബിംബം തലകുത്തി വീഴുന്ന അവസ്ഥ തന്നെ ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവമായിട്ട് മങ്കൂസ് മൗലിദിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു പക്ഷേ മങ്കൂസ് മൗലിദ് ഇത്രയേറെ വിമർശിക്കപ്പെടാൻ ബിദഈ കക്ഷികൾ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ ആയുധം ഈ സംഭവമായിരിക്കും. കാരണം മങ്കൂസ് മൗലിദിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെയല്ല, മറിച്ച് ബിംബത്തിൻ്റെ അടുക്കൽ പോയി ബിംബത്തെ വിളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥയെയാണ് മങ്കൂസ് മൗലിദ് വിവരിക്കുന്നത് എന്നു പറഞ്ഞ് ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ കളവാക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും ബിദഈകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു ചരിത്ര സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ഈ ടോക്ക് സീരീസോടുകൂടെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തുകാർ ഈ രൂപത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വരവ് യഥാർത്ഥത്തിൽ വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വരവാണ്. തൗഹീദ് നിലനിർത്താൻ വേണ്ടിയും തൗഹീദിന് എതിരായി ഉള്ള മുഴുവൻ ആശയങ്ങളെയും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്. അതിലേക്കുള്ള ഒരു നല്ല സൂചന എന്നോണം അവിടുത്തെ ജനന സമയത്ത് ബിംബങ്ങൾ തലകുത്തി വീഴുകയും അതുപോലെ നേരത്തെ പറഞ്ഞ പേർഷ്യക്കാരുടെ തീ അണഞ്ഞുപോയതും തടാകം വറ്റിപ്പോയതും അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അന്നുണ്ടായിരുന്ന ആളുകൾ ആരാധിച്ചിരുന്ന, അവരുടെ ആരാധന സമർപ്പിക്കാൻ വേണ്ടി അവർ മാറ്റിവെച്ചിരുന്ന കേന്ദ്രങ്ങളാണ് ഈ നഷ്ടപ്പെട്ടത് മുഴുവനും. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് തൗഹീദ് നിലനിർത്താൻ വേണ്ടിയും തൗഹീദിനെതിരായിട്ടുള്ള ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള സൂചനയാണ് ഈ ഉണ്ടായതൊക്കെ. അതിൽപ്പെട്ട ഒന്നാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ള വറുവിയ അൻ യഹ്യ ബിൻ ഉർവത എന്ന് തുടങ്ങിയിട്ട് അന്ന നഫറം മിൻ ഖുറൈസിൻ, ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ, ഒരു സംഘം ആളുകൾ, അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംഗതി. അത് മങ്കൂസ് മൗലിദിലുണ്ട്. എന്നാൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞതല്ല, സ്വയം പറഞ്ഞതല്ല.
അതിനെല്ലാം രേഖകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിസാം റഹിമഹുല്ല തൻ്റെ അസീറത്തുൻ നബവിയ്യയിലും ഇബ്നു അസാക്കിർ റഹിമഹുല്ല തൻ്റെ താരീഖിലും അതുപോലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ ഖസായിസുൽ കുബറയിലും എല്ലാം രേഖപ്പെടുത്തിയ ഒരു സംഭവം അത് നേരെ മങ്കൂസ് മൗലിദിലേക്ക് എടുത്തു എന്നേ ഉള്ളൂ. എന്താണ് അവിടെ പറഞ്ഞത്? അൻ ഉറുവത്ത അന്ന നഫറം മിൻ ഖുറൈസിൻ മിൻഹും വറഖത്ത് ബിനു നൗഫൽ വസൈദ് ബിനു അംർ ബിനു നുഫൈൽ ഉബൈദുല്ലാഹി ബിനു ജഹ്ഷ് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ആളുകൾ കാനു ഇൻദ സ്വനമിൻ ലഹും ഇജ്തമിഊന ഇലൈഹി, അവർ അവരുടെ ദൈവങ്ങളുടെ ബിംബങ്ങളുടെ സമീപത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കാറുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നടന്ന രാത്രിയിലാണ്. ആ രാത്രിയിൽ അവരങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ ഈ സാധനങ്ങളൊക്കെ തലകുത്തനെയായി മറിഞ്ഞു വീണത് കണ്ടു. അപ്പോൾ അവരതിനെ വെറുക്കുകയും രണ്ടാമത് അവർ വീണ്ടും അതിനെ എടുത്ത് അതിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ നിർത്തിയപ്പോൾ ഒട്ടും വഴുകാതെ അത് വീണ്ടും മറിഞ്ഞു വീഴുകയും അങ്ങനെ 3 തവണ അവരങ്ങനെ ചെയ്തു എന്നാണ് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, മൗലിദിലും പറയുന്നത്. അങ്ങനെ 3-ാം തവണയും ഇതേപോലെ സംഭവിച്ചപ്പോഴാണ് ഫഖാല ഉസ്മാൻ ബിനുൽ ഹുവൈരിസി ഇന്ന ഹാദാ ലി അംരിൻ ഹദസ്, ഇത് ഇതുവരെ ഇല്ലാത്തൊരു സംഗതിയാണ്, അപ്പോൾ എന്തോ ഒരു സംഗതി ഇവിടെ പുതിയതായി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മങ്കൂസ് മൗലിദിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ആകയാൽ ബിംബങ്ങൾ തലകുത്തി വീണതും മറ്റു സംഗതികളൊക്കെ ഉണ്ടായതും അത് നേരത്തെ നടന്ന സംഭവങ്ങളാണ്. അത് കെട്ടുകഥകളോ കള്ളപ്രചാരണങ്ങളോ കഥകളോ അല്ല. ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ഈ സംഭവം ഹാഫിൾ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു കസീർ തന്നെ തൻ്റെ മറ്റൊരു ചരിത്ര ഗ്രന്ഥമാണ് അസീറത്തു നബവിയ, അതിൽ കാണാം. അതുപോലെ ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഫിളു സുയൂത്തി തങ്ങൾ അവിടുത്തെ അൽ ഖസായിസുൽ കുബറ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ സംഭവം ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ അൻവർ സാദാത്ത് തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, വളരെ ഗുരുതരമായൊരു ആരോപണം. മങ്കൂസ് മൗലിദ് ഓതുന്ന മുസ്ലിമീങ്ങൾക്കെതിരിൽ നടത്തുന്ന ആരോപണമാണ് ഈ ഒരു ഭാഗത്ത്. അവിടെ തന്നെ ഇത് ഓതുന്ന ആളുകൾ മുഴുവനും ബിംബങ്ങളെ വിളിച്ച് സഹായം തേടുന്നു. അതിലൂടെ ഇത് ഓതുന്ന മുഴുവൻ ആളുകളും മുശ്രിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് അവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദുൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. മങ്കൂസ് മൗലിദിലെ ഒരു ബൈത്താണത്. ഈ ബൈത്ത് പാടുന്നതിലൂടെ ബിംബങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുകയാണ് ഇവിടെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളെന്ന് ആരോപണം ഉന്നയിക്കുകയാണ് അവർ. എന്താണ് അതിൻ്റെ അർത്ഥം? അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു, ഓ ബിംബങ്ങളെ, അയാ സ്വാനമൽ ഈദി, ആഘോഷവേളകളിൽ പ്രതിഷ്ഠിക്കുന്ന ബിംബങ്ങളെ, അല്ലദീ സഫ ഹൗലഹു, ആ ബിംബങ്ങൾക്കു ചുറ്റും അണിയണിയായി നിന്നിരിക്കുന്നു. സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി, അകലെ നിന്നും അടുത്തു നിന്നും വന്ന വലിയ വലിയ ആളുകൾ അതിൻ്റെ ചുറ്റും വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ബിംബങ്ങളെ ഇങ്ങനെ വിളിച്ച് ബിംബങ്ങളെ വിളിച്ച് തേടുകയാണ്. അതിലൂടെ അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നൊരു ഗുരുതരമായ ആരോപണം തോന്നുന്നവരെ കുറിച്ച് ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ആരോപണത്തിന് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ. ഈ ടോക്ക് സീരീസിലൂടെ കൃത്യമായ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് വളരെ അധികം പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മങ്കൂസ് മൗലിദിൽ പറയുന്നത് അയാസനമൽ ഈദ്, ഈ ആഘോഷ ദിനത്തിലെ വിഗ്രഹമേ എന്ന് നമുക്ക് അതിനർത്ഥം വെക്കാം. അതുകൊണ്ട് തന്നെ ഈ വിളിക്കുന്നവർ എല്ലാം, ഈ മങ്കൂസ് മൗലിദ് ഓതുന്നവരെല്ലാം വിഗ്രഹത്തെ വിളിക്കുന്നവരാണ്. വിഗ്രഹത്തെ വിളിച്ച് സഹായം ചോദിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സുന്നികളെ വിഗ്രഹാരാധകരായ ഷിർക്ക് ചെയ്യുന്ന
മുശ്രിക്കുകളാണ് എന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്ന ദുരന്തമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്താണ് ഇവിടെ സംഗതി? ഇവിടെ സംഗതി നേരത്തെ നമ്മുടെ മൂസൽ അമീൻ സഖാഫി പറഞ്ഞതുപോലെ ഖുറൈശികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അവരുടെ ഉത്സവത്തിൽ ഒരുമിച്ച് കൂടുകയും ഒട്ടകത്തെ അറുക്കുകയും തിന്നുകയും കുടിക്കുകയും അനാവശ്യ സംസാരങ്ങളുമായി കൊണ്ട് ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ഭജനമിരിക്കുവാനായി അവർ ചെന്നു. ഈ സമയത്താണ് ഇത് തല കുത്തി വീണ് കിടക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതിനെ അവർ നേരെയാക്കുന്നു, വീണ്ടും വീഴുന്നു. ഇതുപോലെ 3 പ്രാവശ്യം അവർ ചെയ്തു. ഈ സമയത്താണ് ഇവർ ഇത് ചൊല്ലിയിട്ടുള്ളത്. നേരത്തെ മുസലമീൻ സഖാഫി വളരെ വ്യക്തമായി പറഞ്ഞു, അയാസനമൽ ആയിദില്ലദീ സഫഹൗലഹു സനാദീദു മിൻ ബഫദിൻ ബഈദിൻ വമിൻ ഖുർബി. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൽ അവിടെ ഉണ്ടായ മഹാ അത്ഭുതമാണ് എന്ന ഒരു അശരീരി ആ ബിംബത്തിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം മൗലിദ് കിതാബിൽ, മങ്കൂസ് മൗലിദിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുക എന്നല്ലാതെ അവിടെ ആ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വിഗ്രഹത്തെ വിളിക്കുകയല്ല. നമ്മൾ വിഗ്രഹത്തെ വിളിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കുകയുമല്ല. ആ വിഗ്രഹത്തെ ആ വിഗ്രഹത്തിന് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മഹാ അത്ഭുതം, ആ അത്ഭുതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തോടനുബന്ധിച്ച് സംബന്ധിച്ചതായതുകൊണ്ട് ആ സംഗതി ഇവിടെ പറയുന്നു എന്ന് മാത്രമല്ലാതെ അവിടെ വിഗ്രഹത്തെ വിളിക്കുന്നു, അവരോട് ഇസ്തിയാസ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്നികളായ ആളുകളെ മുശ്രിക്കാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? യഹ്യ ഇബ്നു ഉർവ റളിയല്ലാഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. യഹ്യ റളിയല്ലാഹുവിൻ്റെ പിതാവാണ് ഉർവത്ത് റളിയല്ലാഹു, ഉർവ റളിയല്ലാഹു. ഈ 2 പേരും ബുഖാരി മുസ്ലിം റിപ്പോർട്ടർമാരിൽപ്പെട്ടവരും കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാം ഇത് ഉദ്ധരിക്കുമ്പോൾ ഇവരെല്ലാം വിഗ്രഹത്തിൻ്റെ ആരാധകരാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം വിഗ്രഹത്തെ വിളിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സംഭവം മങ്കൂസ് മൗലിദിൽ മാത്രമല്ല ഉള്ളത്, മറ്റു പല ഗ്രന്ഥങ്ങളിലും. നേരത്തെ ഇവിടെ നമ്മുടെ ഷരീഫ് സഖാഫി പറഞ്ഞതുപോലെ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ 2ാം വാള്യത്തിൽ 220-ാമത്തെ പേജിലും, സീറത്തുൽ ഹലബിയ 1-ാം വാള്യം 57-ാമത്തെ പേജിൽ, സീറത്തുൽ നബവിയ 1-ാം വാള്യം 31-ാമത്തെ പേജിൽ, ഇബ്നു അസ്സാക്കിർ തൻ്റെ താരീഖുൽ ദിമഷ്കിൽ 3-ാം വാള്യം 423-ാം പേജിൽ ഒക്കെ ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തി വെച്ച ഇവരെല്ലാവരും അത് മുശ്രിക്കുകളാണ്, അല്ലെങ്കിൽ ഈ ഹദീസ് വായിക്കുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവം വായിക്കുന്നവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് വരും. അതേ പ്രകാരം തന്നെ നമുക്ക് മറ്റൊരു വിഷയമാണ്, ഇത് വായിക്കാൻ പാടില്ല, ഈ സംഭവം ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പോലും നമുക്ക് ഓതാൻ പ്രയാസമാവും. കാരണം പരിശുദ്ധ ഖുർആനിൽ ഫിർഔൻ പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചത് നമുക്ക് കാണാം. ഫഖാല അന റബ്ബുക്കുമുൽ ആല, നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാകുന്നു എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. ഇത് ഫിർഔൻ പറഞ്ഞത് അതുപോലെ തന്നെ ഖുർആനിൽ ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മുസ്ലിമും സ്വന്തമായിട്ട് പറയാൻ പറ്റുന്ന വാചകമല്ല, ഒരു മുസ്ലിമിന് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നതുമല്ല. അതെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതുപോലെ ഫിർഔന്റെ സംഭവം ഈ വാചകം അല്ലാഹുവിൻ്റെ ഖുർആനിൽ ഉദ്ധരിച്ചതുപോലെ അത് നമ്മൾ ഓതുന്നത് പോലെ തന്നെ, ആ ഖുർആനിൽ നമ്മൾ ഓതുന്നത് പോലെ തന്നെ മങ്കൂസ് മൗലിദിലും അന്നുണ്ടായിട്ടുള്ള ആ സംഭവം രേഖപ്പെടുത്തി വെച്ചു എന്ന് മാത്രം. ആ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ ചൊല്ലുന്നു. അപ്പം അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ
ഈ ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓതുമ്പോൾ എന്താണ്, നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ അന്നുണ്ടായ സംഭവം നമ്മൾ എന്താക്കുന്നു, പറയുമ്പോൾ അതിനും നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. ഇതിൽ യാതൊരു പ്രയാസമില്ല. അതിന് നമ്മൾ മുശ്രിക്കുകളാണ്, അതുപോലെ തന്നെ നമ്മൾ ശിർക്ക് ചെയ്യുന്നവരാണ്, വിഗ്രഹാരാധകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ചേർക്കുവാനുള്ള ആ ഒരു തന്ത്രം ഇനി വില പോകുകയില്ല, ഒരു കാലത്തും അത് വില പോയിട്ടുമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഡോക്ടർ അബ്ദുൽ നാസർ അർഷദി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ മങ്കൂസ് മൗലിദിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നടന്ന പല അത്ഭുത സംഭവങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഒരു അത്ഭുത സംഭവം ആണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ഉദ്ധരിക്കുന്നതാകട്ടെ ആരാണ്? യഹ്യ ബിൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, വലിയ താബിഈ പ്രമുഖനാണ് എന്നു മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി പോലും ഉദ്ധരിച്ചിട്ടുള്ള നിവേദക പരമ്പരയിലെ മഹാത്മാവ് കൂടിയാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഖുറൈശികൾ അവരുടെ ആഘോഷ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ ബിംബങ്ങളുടെ അടുക്കൽ ഒരുമിച്ച് കൂടുന്ന ആ ദിവസം, ഒരു ദിവസം ചെന്നു നോക്കുമ്പോൾ ബിംബങ്ങളെല്ലാം തലകുത്തി വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിലെ ഒരാളാണ് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് എന്ന് പറയുന്ന മനുഷ്യൻ. അയാളുടെ സ്വത്തസിദ്ധമായ ശൈലിയിൽ അങ്ങ് പാടി, അയാ സ്വാനമൽ ഈദില്ലദീ സ്വഫ ഹൗലഹു സ്വനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി. ഇത് ഞാനിപ്പോൾ ഉദ്ധരിക്കുന്നത് മങ്കൂസ് മൗലിദിൽ നിന്നല്ല, മറിച്ച് സീറത്തുൻ നബവിയ്യ വൽ ആഥാറുൽ മുഹമ്മദിയ്യ ഇബ്നു കസീറിൻ്റേതിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതേ സംഭവം തന്നെ ഹാഫിദ് ഇബ്നു അസാക്കിർ തൻ്റെ താരീഖ് ഇബ്നു അസാക്കിറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സുയൂത്തി അവിടുത്തെ ഖസായിസുൽ കുബറയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹലബി അവിടുത്തെ സീറത്തുൽ ഹലബിയിൽ പറഞ്ഞിട്ടുണ്ട്. മങ്കൂസ് മൗലിദിലെ ബൈത്തല്ല ഇത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മങ്കൂസ് മൗലിദ് ഓതുന്നതാണ് പ്രശ്നമെങ്കിൽ ഇതേ വിഷയം നിങ്ങൾ നോക്കൂ, ഖസായിസുൽ കുബറ പാരായണം ചെയ്യാൻ പാടില്ല, അതിനെ ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സീറത്തുൻ നബവിയ്യ നോക്കാൻ പാടില്ല, അതിൽ ഷിർക്കും കുഫറും നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഈ രൂപത്തിലാകുമ്പോൾ. എന്നിട്ട് അയാൾ അങ്ങനെ പാടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് എന്നിങ്ങനെ അയാൾ കവിത രൂപത്തിൽ ഇങ്ങനെ പാടുകയാണ്. വഇൻ കുന്ത മഗ്ലൂബൻ തനക്കസ്ത സ്വാഗിറ ഫമാ അൻത ഫിൽ ഔസാനി ബിസ്സയ്യിദിർ റബ്ബി. അതിൽ ഉദ്ധരിക്കുന്ന ബൈത്തിന്റെ രൂപം അങ്ങനെയാണ്. വഇൻ കുന്ത മഗ്ലൂബൻ തനക്കസ്ത സ്വാഗിറ ഫമാ അൻത ഫിൽ ഔസാനി ബിസ്സയ്യിദിർ റബ്ബി. വ്യത്യസ്ത രൂപങ്ങളെ അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ഖാല, ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നു, ഫഅഖദു സ്വനമ ഫറദ്ദൂഹു ഇലാ ഹാലിഹി, അതിനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറ്റിവെച്ചു. ഫലമ്മസ്തവാ ഹാതഫ ബിഹിം ഹാതിഫും മിന സ്വനമി ബിസൗത്തിൻ ജഹീർ വഹുവ യഖൂൽ. അങ്ങനെ നിർത്തിവെച്ചപ്പോൾ ആ ബിംബങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരശരീരി വന്നു. തറദ്ദാലി മൗലൂദിൻ അനാറത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ബിശ്ശർഖി വൽ ഗർബി. ഇതിൻ്റെ എല്ലാം കാരണം അത് മറ്റൊന്നുമല്ല, ഒരു ജന്മമാണതിനു കാരണം. ആ ജന്മം കാരണമാണ് ലോകത്തിൻ്റെ ദിഗന്ധങ്ങൾ മശ്രിഖും മഗ്രിബും പ്രകാശപൂരിതമായൊരു ജന്മം. ആ ജന്മം നടന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹല്ലേ ഇത്? അവിടുത്തെ ജന്മദിനത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമല്ലേ ഇത്? അതാണ് മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മങ്കൂസ് മൗലിദിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അത് ചൊല്ലുന്നത്. അതിന് ചരിത്രപരമായ പിൻബലമുണ്ട്. പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥകാരന്മാരെല്ലാവരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റാവിമാരിൽപ്പെട്ട റാവിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തതു എന്നുകൂടി വരികൾക്കിടയിലൂടെ വായിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വരി നമുക്ക് വറുമിയത്തിഷയാത്തീനു മിനസ്സമായി ബിഷുഹുബിസ് സവാഖിബ് എന്നൊരു വരി മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടതിന് ശേഷം ശൈത്വാന്മാർക്ക് ആകാശത്തിലേക്ക് പ്രവേശനമില്ലെന്നും അവരെ എറിയപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള ഒരു ആശയം കുറിക്കുന്നൊരു വരി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടെ പിശാചുക്കളെ ഉപരിലോകത്തേക്ക് തടയപ്പെടുക, ചെങ്കോല് കൊണ്ട് അവരെറിയപ്പെടുക, ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തിരുമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹദ്ദസന മുഹമ്മദ് ബിൻ യഹ്യ ഖാല ഹദ്ദസന മുഹമ്മദ് ബിൻ യൂസുഫ് ഖാല ഹദ്ദസന ഇസ്രായീൽ ഖാല ഹദ്ദസന അബൂ ഇസ്ഹാഖ് അൻ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹും അൻ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഖാല കാനൽ ജിന്നു യസ്അദൂന ഇല സമായി യസ്മഊനൽ വഹ്യ്. ജിന്നുകൾ യസ്അദൂന ഇല സമായി, അവർ ഉപരിലോകത്തേക്ക് കയറിപ്പോകാറുണ്ടായിരുന്നു. എന്നിട്ട് യസ്മഊനൽ വഹ്യ്, അവിടെ നിന്ന് പല സന്ദേശങ്ങളും അവർ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫൈദാ സമിഉൽ കലിമത്ത സാദു ഫീഹാ തിസ്ആ, ഒരു വാക്ക് കേട്ടാൽ അതിൽ 9 കൂട്ടിയത് 10 ആക്കുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ആ കൂട്ടിക്കൊടുത്തത് മുഴുവൻ അമ്മാ മാ സാദൂഹു ഫയക്കൂനു ബാത്തില, അത് നിരർത്ഥകമായിരുന്നു എന്നൊക്കെ വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് ജിന്നുകൾ ആകാശലോകത്തെ കയറിപ്പോകാറുണ്ടായിരുന്നു. എന്നിട്ട് ഫലമ്മാ ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് മുനിഉ മഖാഇദഹും, അവരെ ഉപരിലോകത്തേക്കുള്ള സഞ്ചാരം അത് മുഴുവൻ തടയപ്പെടുകയാണ്. അവർക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടുകൂടെ ഉപരിലോകത്തേക്കുള്ള പിശാചുക്കളുടെ സഞ്ചാരം അത് തടയപ്പെട്ടിരുന്നു. എന്നിട്ട് ഈ വിഷമം, ഈ പ്രയാസം പിശാചുക്കൾ അവരുടെ നേതാവാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് പറയുക. ഫദക്കറു ദാലികലി ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ഈ വിഷമം അവർ പിശാചുക്കൾ ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ പറയുന്നു, വലം തക്കുനിൻ നുജൂമു യുർമാ ബിഹാ ഖബല ദാലിക്, അതിൻ്റെ മുമ്പൊന്നും ഈ ശിഹാബുകളെ കൊണ്ട്, ചെങ്കോലുകളെ കൊണ്ട് എറിയപ്പെടുന്നൊരവസ്ഥ മുമ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ അതെല്ലാം തടയപ്പെട്ടപ്പോൾ ഇബ്ലീസിനോട് ഈ പ്രയാസം അവർ ചെന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹും ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞ എന്താണെന്നറിയോ? മാ ഹാദാ ഇല്ലാ മിൻ അംറിൻ ഖദ് ഹദസ ഫിൽ അർളി, ഇപ്പോൾ ഭൂമിയിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ആ അത്ഭുതം സംഭവിച്ചതിൻ്റെ പേരിലാണ് ഉപരിലോകത്തേക്കുള്ള സഞ്ചാരം തടയപ്പെട്ടതും ചെങ്കോലുകളെ കൊണ്ട് എറിഞ്ഞ് ആട്ടപ്പെട്ടതുമൊക്കെ എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്. ആ സംഭവം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അതിൻ്റെ മറ്റു വിശദീകരണങ്ങളൊക്കെ കാണാം. ഈ ഹദീസിനെ കുറിച്ച് ഇമാമിങ്ങൾ പറയുന്നു, ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഇത് വളരെ സഹീഹായ ഹദീസാണ്. ഇമാം തിരുമിദി റഹ്മത്തുള്ളാഹി അലൈഹി 3324 ഹദീസായി ഉദ്ധരിച്ചതാണ്. ഇതൊക്കെ തെളിവിൻ്റെ പിമ്പലത്തിലാണ് മങ്കൂസ് മൗലിദിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഈ വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന ശീർഷകത്തിലാണല്ലോ നമ്മുടെ ഈ ടോക്ക് സീരീസ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മങ്കൂസ് മൗലിദിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ സ്പർശിക്കണമല്ലോ. മങ്കൂസ് മൗലിദിൽ പറയുന്ന ഒരു വരിയാണ്, ഖാലിബിനു ഇസ്ഹാഖ ലമ്മാ കാനൽ യൗമു സാബിഉ ദബഹ അൻഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചതിൻ്റെ 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് അവിടുത്തെ പേരിന് അക്കീഖ അറുത്തു കൊടുത്തു എന്ന്. ഇത് ചരിത്രപരമായി സ്ഥാപിക്കണം. ഇൻഷാ അല്ലാഹ് സ്ഥാപിക്കൽ അനിവാര്യമാണല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൻ്റെ 7ാം ദിവസം അവിടുത്തെ വെല്ലുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ അറുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് സത്യമാണോ
ഇത് ശരിയായി വന്നിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. വളരെ കൃത്യമാണ്, ഇമാമിങ്ങളതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലമ്മ കാൽയോമു സാബിഉ ദബഹ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച 7ാമത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അവിടുത്തെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരെ അറുത്തു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വദഅ ലഹു ഖുറൈശൻ, എന്നിട്ട് അബ്ദുൽ മുത്തലിബ് എന്നവർ ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഫലമാ അക്കലു ഖാലു, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ ചോദിക്കുന്നുണ്ട്, യാ അബ്ദുൽ മുത്തലിബ് അറഅയ്ത ബിനക ഹാദല്ലദീ അക്രംതനാ അലാ വജ്ഹിഹി മാ സമ്മൈത. അബ്ദുൽ മുത്തലിബ് എന്നവരോട് ഖുറൈശികൾ ചോദിക്കുന്നുണ്ട്, അബ്ദുൽ മുത്തലിബേ, ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന് ഞങ്ങളെ ആദരിച്ചല്ലോ, ആ ആദരിക്കാൻ കാരണക്കാരനായ കുഞ്ഞ് എന്തു പേരാണ് നിങ്ങൾ ആ കുഞ്ഞിനെ വിളിച്ചത്, എന്തു പേരാണ് ആ കുഞ്ഞിന് നിങ്ങൾ ഇട്ടത് എന്ന് വല്ലുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരോട് ഒരുമിച്ച് കൂടിയ ഖുറൈശികൾ ചോദിച്ചപ്പോൾ ഖാല, അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, സമ്മൈതുഹു മുഹമ്മദ, ഞാൻ ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച 7ാമത്തെ ദിവസം ഖുറൈശികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് അറുത്തു കൊടുത്തു എന്ന് ഇമാമികൾ രേഖപ്പെടുത്തി. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. ദലാഇലുൻ നുബുവയുടെ 1ാമത്തെ വാള്യം 113ാമത്തെ പേജിൽ ഈ സംഭവം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ അൽ ബിദായത്തു വന്നിഹായുടെ 2ാം വാള്യം 266ാമത്തെ പേജിലും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഖസ്വായിസിൻ്റെ 1ാം വാള്യം 50ാമത്തെ പേജിലും ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റഹിമഹുല്ലാ അവിടുത്തെ മവാഹിബയുടെ ഷർഹിൽ 1ാം വാള്യം 146ാമത്തെ പേജിലും ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റഹിമഹുല്ലാ അവിടുത്തെ താരീഖു ദിമഷ്കിൻ്റെ 3ാം വാള്യം 80ാമത്തെയും 81ാമത്തെ പേജിലും ഈ സംഭവം, അതായത് അബ്ദുൽ മുത്തലിബ് എന്ന വല്യുപ്പ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പേരക്കുട്ടിക്ക് ജനിച്ചതിൻ്റെ 7ാമത്തെ ദിവസം അറുത്തു കൊടുത്തു എന്ന മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഈ സംഭവം വളരെ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ധാരാളം ഇമാമിയങ്ങൾ പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ചത്. ഓക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7ാം ദിനത്തിൽ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് അഖീഖത്ത് അറുത്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകളിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖഅൻ നഫ്സിഹി ബഅദൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന് ശേഷം ജീവിയെ അറുത്ത് വിതരണം ചെയ്തു എന്ന് കാണാം. അതിനെക്കുറിച്ച് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഹഖീഖത്ത് അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായതിലുള്ള നന്ദിയായിട്ട് ആളുകൾക്ക് നന്ദി പ്രകടനം എന്ന നിലക്ക് അറുത്തു കൊടുത്തതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നന്ദി പ്രകടനം നടത്തി കാണിച്ചു തന്നതാണ് ആ സംഭവം എന്ന് ആ അറിവിനെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുമുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ നാട്ടിലൊക്കെ ഇതുപോലെ ജീവികളെ അറുത്ത് ഈ ജനങ്ങൾക്കെല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോൾ റബീഉൽ അവ്വലിൽ നമ്മളൊക്കെ കാണുന്നതാണ്. അതിൻ്റെ അസുല്, അതിൻ്റെ തെളിവ് ഇതാണ് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ അവിടുത്തെ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മങ്കൂസ് മൗലിദിൻ്റെ 4ാമത്തെ റിവായത്ത് അവസാനിച്ച് ഇനി ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തങ്ങൾ ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, തങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വിളക്ക് ആവശ്യമില്ല എന്ന് പരാമർശിക്കുന്ന വരിയാണ്. ഇന്ന ബൈത്തൻ അൻത സാക്കിനുഹു
ലൈസ മുഹ്താജൻ ഇല സുറൂജി. നബിയെ, തങ്ങൾ ഏത് വീട്ടിൽ താമസിക്കുകയാണെങ്കിലും അവിടെ ഇനി മറ്റൊരു വിളക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഈ വരിയെ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, അതല്ലെങ്കിൽ പരിഹസിക്കാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ എങ്ങനെയാണ് പിന്നെ വീട്ടിൽ കിടന്നുറങ്ങുക? ഏത് സമയത്തും ഇങ്ങനെ ട്യൂബ് ലൈറ്റ് കത്തി നിൽക്കുന്നത് പോലെ മുഹമ്മദ് നബി പ്രകാശിച്ചാൽ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതു സമയത്തും ഇങ്ങനെ ഒരു പ്രകാശം പ്രകടമാകുന്ന രൂപത്തിലുള്ള ഒരു വിളക്കാണ് എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ മൗലിദ് കൊണ്ട് ഉണ്ടായിത്തീർന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ വരിയെ പരിഹസിക്കാറുണ്ട്. ഇതിനെ അത്തരം കക്ഷികൾക്ക് നാം തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. ടോക്ക് സീരീസിലൂടെ അത് തിരുത്തപ്പെടണം. സയ്യിദ് അവർകൾ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. മങ്കൂസ് മൗലിദിൽ പറയുന്ന മറ്റൊരു വരിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന ബൈതൻ അൻത സാക്കിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന് പറയുന്ന ആ ബൈത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വിളക്കിൻ്റെ ആവശ്യം ഇല്ല എന്നതാണ് അവിടെ പറയുന്നത്. ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആദർശ വൈരികൾ, മുജാഹിദുകൾ പരിഹസിക്കാറാണ് സാധാരണഗതിയിൽ ഉള്ളത്. ഇങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൾബാണെങ്കിൽ നബിയുടെ ഭാര്യമാർ ഉറങ്ങുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുന്നത് നമുക്ക് കാണാം. ഈ വിളക്ക് എന്ന് പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗം ആണ് എങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിൽ പ്രകാശിക്കാറുണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്കറിയാം. ഹലീമ ബീവി മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം പ്രകാശിച്ചതായിക്കൊണ്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ വീണുപോയ സൂചി കണ്ടെടുത്തതും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു നൂറ് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ വിളക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഖുർആനിലും ഇതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലങ്കാരികമായി പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് അഹ്സാബിൽ നമുക്ക് കാണാം, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ എന്ന് കാണാം. അള്ളാഹുവിലേക്ക് അവൻ്റെ അനുസരിച്ച് ക്ഷണിക്കുന്നവനായും പ്രകാശം നൽകുന്ന ഒരു വിളക്കായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലിദിൽ ഒരു വിളക്ക് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടോ അതിൽ യാതൊരു അതിശോക്തിയുമില്ല എന്ന് ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ ആ ബൈത്ത് നമുക്കൊക്കെ അറിയാം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു സിറാജുകളിലേക്കൊന്നും ആവശ്യമില്ലാത്ത ഏറ്റവും വലിയ സിറാജാണ്, വിളക്കുമാടമാണ്. അത് വിശുദ്ധ ഖുർആൻ നേരെ അങ്ങ് പകർത്തിയതാണ്. നമുക്ക് ഒറ്റയടിക്ക് മറുപടി പറയാം.
വിശുദ്ധ ഖുർആനിൽ നേരത്തെ ഓതിയല്ലോ സൂറത്തുൽ അഹ്സാബിൽ, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ നബിയെ, അങ്ങ് ദാഇയൻ ഇലല്ലാഹി, ജനങ്ങളെ ക്ഷണിക്കുകയാണ് അല്ലാഹുവിലേക്ക്, വസിറാജൻ മുനീറാ, അവർക്കു പ്രകാശം ചുരത്തിക്കൊടുക്കുന്ന വിളക്കുമാടമാണ്. ഇത് തന്നെയല്ലേ ആ പറഞ്ഞതിൻ്റെയും അർത്ഥം. ഇതിലൊന്നും യാതൊരു അപാകതയോ അതിശയോക്തിയോ ഇല്ല എന്ന് വ്യക്തമാകും. അതോടൊപ്പം ഈ ബൈത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്വന്തമായി പറഞ്ഞതല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ അത്തഫ്സീറുൽ കബീറിൻ്റെ 3-ാം വാള്യം 48-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഷിബിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ബൈത്ത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇന്ന ബൈതൻ അൻത സാക്കിനുഹു ഗൈറ മുഹ്താജിൻ ഇല സുറുജി എന്നാണ് അതിൽ ഉള്ളത്. ഇതേ ആശയം തന്നെയാണ് അതിൽ പറയപ്പെട്ടിട്ടുള്ളത്.